എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ആവണത്? അവളുടെ കല്യാണത്തിന് അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു, നമ്മളെന്തിനാണ് നോക്കണത്? മോനെ, നീ താഴേക്ക് നോക്കി പഠിക്കുക. ഇതിനേക്കാൾ വലിയ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേറെ എന്താ ഉള്ളത്? മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് ഇത്ര വലിയ മരുന്ന് വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്കൊരു ഹൗസ് വാമിങ്ങിന് അല്ലെങ്കിൽ വെഡ്ഡിങ് പ്രോഗ്രാമിന് ടെൻഷനാകുന്ന എന്തുകൊണ്ടാണ്? അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല, കുറേ തരം ഫുഡില്ല, ആ ടെൻഷനാകുന്ന എന്തുകൊണ്ടാണ്? അത് റീൽസിൽ ഇങ്ങനെ കുറേ ഫുഡും എൻഗേജ്മെൻറ്റിൽ ചോക്ലേറ്റിൻ്റെ കുമ്പാരമൊക്കെ കണ്ടോണ്ടല്ലേ. അതിന് നമ്മൾ നോക്കണത്. നമ്മളെന്ത് നോക്കണത്? വേറെ ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? അതിന് നമ്മൾ ചിന്തിക്കണത്. ഷാഫി ഇമാം റഹിമുള്ള പറഞ്ഞല്ലോ, എല്ലാവരും പാടെ തൃപ്തിപ്പെടുത്തിയിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. എന്നിട്ട് ആ പാഠം കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അധ്യായത്തിൻ്റെ അടുത്ത പാർട്ട് എന്താ പറയണമെന്ന് അറിയോ? വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. നീ താഴേക്ക് നോക്കണമെന്ന് പറഞ്ഞ ഉടനെ പറയാ, മുകളിലേക്ക് നോക്കരുത്. അതിന് അങ്ങനെ പറയണത്? താഴേക്ക് നോക്കണം എന്ന് പറയലോടുകൂടി മനസ്സിലായില്ലേ വേറെ എവിടെയും നോക്കണ്ടാവും. അതിനങ്ങനെ പറയണത്? ഉഖ്റവിയായ വിഷയത്തിൽ മോനെപ്പോഴും മുകളിലുള്ളവരെ തന്നെ നോക്കണം. അങ്ങനെ എന്തിനാ പറയുന്നത് വെച്ചാൽ, ഇനി പറയുന്ന കാര്യം ശരിക്കും ശ്രദ്ധിക്കണം. താഴേക്ക് നോക്കിയാലേ നിനക്ക് ഖനാഅത്ത് ഉണ്ടാവുള്ളൂ. മുകളിലേക്ക് നീ നോക്കാതിരിക്കണം. മുകളിലേക്ക് നോക്കിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിനക്ക് അലച്ച വരും. ഉഖ്റവിയായ കാര്യത്തിൽ നീ മുകളിലേക്ക് നോക്കും വേണം.